അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണക്കാരനായി പൈലറ്റിനെ പഴിച്ചുകൊണ്ടാണ് ദി വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഡീകോഡിലെ അടുത്ത വിഷയം. വിമാനത്തിന്റെ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടതാണെന്നും അത് ചെയ്തത് ക്യാപ്റ്റനാണെന്നുമുള്ള സൂചന നൽകിക്കൊണ്ടാണ് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കോക്പിറ്റിലെ സന്ദേശത്തിൽ നിന്നുള്ള പഠനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് ഈ പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് നിരുത്തരവാദമാണെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് പറയുന്നുണ്ട്. രാജ്യം നടുങ്ങിയ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു അപകടത്തിൽ സംശയങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ടായിരുന്നു AIBയുടെ പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിനെ കുറച്ചുകൂടി വ്യക്തമാക്കുന്ന, ഇല്ലെങ്കിൽ അതിൽ നമുക്കുണ്ടായിരുന്ന സംശയങ്ങൾ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് മാത്രമായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ആര് കാരണം സംഭവിച്ചു എന്നതിലേക്ക് കൂടിയാണ് ഈ റിപ്പോർട്ട് തുറന്നു കാട്ടുന്നത് ചില കാര്യങ്ങൾ. ഇതിന്റെ കാരണക്കാരൻ ക്യാപ്റ്റനോ എന്നുള്ള ചോദ്യമാണ്. ഈ പൈലറ്റ് അസോസിയേഷനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമുക്കിതുവരെ കോക്പിറ്റിലെ വിവരങ്ങൾ ഇന്ത്യയിൽ ലഭ്യമായിട്ടില്ലെങ്കിലും അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. ആ പഠനത്തിന്റെ ഭാഗമാണിത്. ഈ കാരണക്കാരൻ ക്യാപ്റ്റനോ എന്ന് വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടിൽ വരുന്നുണ്ട്. ഈ വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായ നിലയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്പ്രിംഗ് സംവിധാനത്തോടെ, അതായത് ഈ സ്വിച്ചുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് കൈപ്പിഴ കൊണ്ട് അത് താഴില്ല. അത് നിരവധി ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആളുകൾ, എക്സ്പേർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഈ അപകടം സംഭവിച്ചതിന്റെ പിന്നാലെ തന്നെ ഈ റിപ്പോർട്ട് അതായത് ഇന്ത്യയിലെ റിപ്പോർട്ട് വരുന്നതിന് ഒരു മാസം എടുത്തു. പക്ഷെ അതിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലായതായിരുന്നു ഒരു കൈപ്പിഴ കൊണ്ട് അത് സംഭവിക്കില്ല എന്നുള്ളത്. അപ്പം മുകളിലേക്ക് വലിച്ച് പൊക്കിയതിന് ശേഷമാണ് അത് താഴ്ത്തേണ്ടത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഈ സംശയമുന അമേരിക്കൻ മാധ്യമം പൈലറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പം ഈ ബ്ലാക്ക് ബോക്സിന്റെ ഉള്ളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് കൊടുക്കുന്നത്. ആ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ സഹ പൈലറ്റ് എന്തുകൊണ്ടാണ് റൺവേയിൽ നിന്ന് വിമാനം ഉയർന്നതിന് പിന്നാലെ സ്വിച്ചുകൾ കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറ്റിയതെന്ന് കൂടുതൽ പരിചയസമ്പന്നനായ ക്യാപ്റ്റനോട് ചോദിക്കുകയായിരുന്നു. പിന്നാലെയാണ് സഹ പൈലറ്റ് ആശ്ചര്യം പ്രകടിപ്പിക്കുകയും പിന്നീട് പരിഭ്രാന്തനാവുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ വ്യക്തമാണ് സഹ പൈലറ്റിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ആരാണ് തൊട്ടടുത്തിരുന്ന സഹ പൈലറ്റാണ് വിമാനം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത് ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്യാപ്റ്റൻ വളരെ ശാന്തനായി തുടരുകയായിരുന്നു എന്നാണ് ഈ സംഭാഷണത്തിലെ വിവരങ്ങൾ വെച്ച്, ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ വെച്ച് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാൾ സ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപകടത്തിന്റെ ഉത്തരവാദിത്തം പൈലറ്റുമാരുടെ പുറത്ത് വെച്ച് ഈ ബോയിങ്ങിനെ വെള്ളപൂശാൻ എയർ ഇന്ത്യ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. പക്ഷേ ആ ആരോപണങ്ങൾ വന്നതിന് ശേഷമാണ് ഇത്രയും വിവരങ്ങൾ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് കണ്ടെത്തിയ പൈലറ്റിന്റെ ഭാഗത്തു നിന്നാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും അത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല, കാരണം ഇവിടെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നതാണ്. വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഓഫ് ചെയ്തതാണ്, അത് ക്യാപ്റ്റനാണ് എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട്. ഈ ബോയിങ് 787-8ലെ 2 ഇന്ധന സ്വിച്ചുകളും 1 സെക്കൻഡിനുള്ളിൽ റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് എന്നതിലേക്ക് നീങ്ങിയതായി, ഇത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ 2 എഞ്ചിനുകളും ഷട്ട് ഡൗൺ ആവുന്നതിലേക്ക് നയിച്ചതായും 15 പേജുള്ള ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ പൈലറ്റിന്റെ തലയിലിട്ട് ബോയിങ് കമ്പനിയുടെ വീഴ്ച മറയ്ക്കാനുള്ള ശ്രമമാണ് എന്ന് ആരോപിക്കുന്നതിൽ കാര്യമില്ല. കാരണം കഴിഞ്ഞ മാസം 260 പേരുടെ മരണത്തിനിടയാക്കിയ ഈ ദുരന്തത്തിൽ ഈ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നൽകിയ ആ പ്രാഥമിക റിപ്പോർട്ടിൽ കൂടി നമുക്ക് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഈ പഠനങ്ങളെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല. ഇനി അവർ കണ്ടെത്തിയ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതുകൂടി നമുക്ക് പരിശോധിക്കാം. അതിൽ പറന്നുയർന്ന് 3 സെക്കൻഡിനുള്ളിൽ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫായി എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. മറ്റൊന്ന്, സ്വിച്ചുകൾ ഓഫാക്കിയ ശേഷം ഓണാക്കി എന്ന് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, കോക്പിറ്റിനകത്തുള്ള സംഭാഷണം അത് പുറത്തുവിട്ടു എന്നുള്ളതായിരുന്നു. അതായത് 2 പൈലറ്റുമാർ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണമുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ ആര് എന്ത് എന്നുള്ള വിവരങ്ങളൊന്നും നമുക്കിവിടെ ലഭ്യമായിരുന്നില്ല. അപ്പോൾ യാതൊരു അപകട സൂചനയും ഇല്ലാതെ പറന്നുയർന്ന ആ വിമാനത്തിന്റെ ഇന്ധനം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ എങ്ങനെ ഓഫായെന്നതിൽ ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിലൂടെ അതുവരെ പ്രചരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്ത പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്നുകൂടിയാണ് തെളിയുന്നത്. കാരണം ഇതിൽ
അത്രയും റിപ്പോർട്ട് നമുക്ക് ലഭ്യമാവുകയും ഇതിന്റെ കാരണം ഇതാണ്, ഇന്ധന സ്വിച്ച് ഓഫ് ആയതാണ് എന്ന് പറയുകയും, പക്ഷേ ഇതിൽ എവിടെയാണ്, ആരാണ്, അതിനകത്തുണ്ടായിരുന്ന സംഭാഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശദമായിട്ടുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പം താൻ ഓഫ് ചെയ്തിട്ടില്ല എന്നാണ് സഹ പൈലറ്റിന്റെ മറുപടി എന്നാണ്. അതായത് നേരത്തെ നടത്തിയ റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. അപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന് സഹ പൈലറ്റ് പറയുന്ന മറുപടി ഈ റിപ്പോർട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടിൽ അതുണ്ടായിരുന്നില്ല. കോക്പിറ്റ് സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം പുറത്തുവിട്ടിട്ടേ ഇല്ല. വെറും 1 സെക്കൻഡിന്റെ ഇടവേളയിലാണ് ഈ 2 സ്വിച്ചും ഓഫ് ആയത്. അത് പൈലറ്റ് മനഃപൂർവ്വം ചെയ്തതാണോ അതോ സാങ്കേതിക തകരാർ മൂലം സംഭവിച്ചതാണോ എന്ന് റിപ്പോർട്ടിൽ എവിടെയും പറയുന്നുമില്ല. അപ്പോൾ 2 എഞ്ചിനുകളിലേക്കും ഇന്ധനം എത്താതായതോടെ പറന്നുയരാനുള്ള ആ ഒരു ത്രസ്റ്റ് നഷ്ടപ്പെടാൻ വിമാനം താഴാനും തുടങ്ങുകയായിരുന്നു. ഏകദേശം 10 സെക്കൻഡിനു ശേഷം 4 സെക്കൻഡിന്റെ ഇടവേളയിൽ 2 ഫ്യൂൽ സ്വിച്ചുകളും വീണ്ടും ഓൺ ആയി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങി, രണ്ടാമത്തെ എഞ്ചിന് പൂർവ്വസ്ഥിതി കൈവരിക്കാനായില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. അപ്പം ഇതോടെ ഈ വിമാനം കുതിപ്പ് നഷ്ടപ്പെട്ട് നിലംപതിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളതാണ്. ഇതിലെ പ്രധാനമായിട്ട് ഉയരുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള വിമാന അപകടങ്ങളുടെ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേർ മരിച്ചു പോകുന്ന വലിയ ബാധ്യതയായിട്ട് സർക്കാരിന് ബാധ്യതയായി മാറാനുള്ള ചില അപകടങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാറുണ്ടോ എന്നുള്ളതാണ്. അത് പലപ്പോഴും സംഭവിക്കാറില്ല. പല അപകട വാർത്തകളിലും, പ്രത്യേകിച്ച് വ്യോമ ഗതാഗതവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള അപകട വാർത്തകളിൽ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ ആ കേസ് വിട്ടുകളയുകയല്ലാതെ ഇതിലൊരു കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് ഒരിക്കലും എത്താറില്ല. പല സംഭവങ്ങളിലും ഇതിനു മുമ്പുണ്ടായിരുന്ന പല കാര്യങ്ങളും കൃത്യമായിട്ട് എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. പലതിലും നമുക്കൊരു എൻഡ് ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റിപ്പോർട്ടും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ കേസും അത്തരത്തിൽ തേഞ്ഞു മാഞ്ഞു പോകുമോ, ഇല്ലെങ്കിൽ പൂർണ്ണമായ വിവരങ്ങൾ ആർക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള ഈ പറയുന്ന പൈലറ്റിന്റെ മാനസികാവസ്ഥയും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നു എന്നും അത്തരത്തിലുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കണ്ടെത്തലുകൾ പുറത്തു വിടാതിരിക്കുന്നതും അത് പറയാതിരിക്കുന്നതും ഈ മരിച്ചുപോയ ആളുകളുടെ കുടുംബത്തിന് നീതി കിട്ടാത്തതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളത് കൂടിയാണ്. അപ്പം എന്തായാലും ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ, ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ തുടരും. പല ഏജൻസീസും അത് തുടരുന്നുമുണ്ട്. കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡീകോഡിന്റെ സമയം പൂർണ്ണമാവുന്നു. നമസ്കാരം.